ചില നീ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ഈ ലൈഫിൽ ചില സമയത്ത് ദുആ ചെയ്താൽ ദുആക്കൊന്നും സ്വീകരിക്കലില്ല എന്ന് ഇല്ലേ? അതായത് ഇതേ ചോദ്യം ഒരു പണ്ഡിതന്റെ അടുത്ത്, വലിയൊരു പണ്ഡിതന്റെ അടുത്ത് ഒരു ആള് സാധാരണയായിട്ടുള്ള ഒരു ആബിദ് വന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ച സമയത്ത് ആ പണ്ഡിതൻ തിരിച്ചു ചോദിച്ചു, നീ ഏതൊക്കെ സമയത്താണ് ദുആ ചെയ്യലെന്ന്. അയാൾ പറഞ്ഞു, ഞാൻ എല്ലാ നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യും. അതേപോലെ ദുആക്ക് പ്രത്യേക ഉത്തരം കിട്ടുന്ന ചില സമയങ്ങളുണ്ടല്ലോ, ആ സമയത്തൊക്കെ ഞാൻ ദുആ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമയത്ത് ആ പണ്ഡിതൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നീ തഹജ്ജുദിന്റെ സമയത്ത് ദുആ ചെയ്യലുണ്ടോന്ന്. അപ്പൊ അയാൾ പറഞ്ഞു ഇല്ലാന്ന്. അപ്പൊ പണ്ഡിതൻ തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. അതായത് തഹജ്ജുദിന്റെ സമയത്ത് നമ്മൾ ചെയ്യുന്ന ദുആ എന്ന് വെച്ചാല് അത് നമ്മളെ ഒരു അമ്പിനെ പോലെയാണ്. ഇങ്ങനത്തെ അമ്പ്, അതായത് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് അത് തെറ്റൂല. അത്രയും കറക്റ്റായിട്ട് നമുക്ക് ആ ദുആന്റെ ഇജാബത്ത് കിട്ടുന്ന. അപ്പൊ നമ്മളൊക്കെ എപ്പോഴും ആലോചിക്കലുണ്ടല്ലേ, ജീവിതത്തിൽ നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടലില്ല, ഇജാബത്ത് കിട്ടലില്ല എന്നൊക്കെ. അതെ അതെ. അപ്പൊ ആ സമയത്ത് നമ്മള് തഹജ്ജുദിന്റെ സമയത്ത് എണീച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു സമയമാണത്. ആ സമയത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും ഉത്തരം തരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല റെഡിയായി നിൽക്കുകയാണ്. നമുക്കൊക്കെ ആ ഒരു ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തരട്ടെ അല്ലേ? ഇൻഷാ അല്ലാഹ്. ആമീൻ.